നമസ്കാരം. 12 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 89 ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് 26-ാം തീയതി വിധിയെഴുതാൻ പോകുന്നത്. കേരളത്തിലെ 20 സീറ്റുകൾക്ക് പുറമെ കർണാടകത്തിലെ 14 സീറ്റുകൾ, രാജസ്ഥാനിലെ 13 സീറ്റുകൾ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ 8 സീറ്റുകൾ വീതം, ഛത്തീസ്ഗഡ്, ബംഗാൾ എന്നിവിടങ്ങളിലെ 3 സീറ്റുകൾ വീതം, ത്രിപുര, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ 1 സീറ്റ് വീതവും, അതിനോടൊപ്പം മണിപ്പൂരിലെ ഒരു മണ്ഡലത്തിലെ ബാക്കിയുള്ള ബൂത്തുകൾ എന്നിവിടങ്ങളിലേക്കാണ് 26-ാം തീയതി വിധിയെഴുത്ത് നടക്കുന്നത്. കേരളമാണ് മുഴുവൻ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏക സംസ്ഥാനം ഈ രണ്ടാം ഘട്ടത്തിൽ. എന്തൊക്കെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, പ്രത്യേകിച്ചും രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ വിഷയങ്ങൾക്ക് ഒട്ടും തന്നെ പഞ്ഞമുണ്ടായിരുന്നില്ല. എന്തായാലും ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വർഗീയ പരാമർശമാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ ഏറ്റവും അധികം ചർച്ചയായത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ രൂക്ഷമായ പ്രസ്താവനകളൊന്നും തന്നെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ BJP അവരുടെ പ്രചരണ തന്ത്രം അല്ലെങ്കിൽ ശൈലി തന്നെ മാറ്റുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ഇത്തവണയും ഉത്തരേന്ത്യയിൽ പ്രചരണ ആയുധമാക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. വയനാട്ടിലും രാഹുൽ ഗാന്ധി തോൽക്കുമെന്നും മറ്റൊരു മണ്ഡലം തേടി പോകേണ്ടി വരുമെന്നുള്ള നരേന്ദ്രമോദിയുടെ പ്രസ്താവന ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ചയാക്കപ്പെട്ടിരുന്നു. വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൊടി ഒഴിവാക്കി റാലി നടത്തിയത് CPM-ഉം BJP-യും ഒരേപോലെ ആയുധമാക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഇടത് നേതാക്കളെയും അണികളെയും കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത്. കേന്ദ്ര നേതാക്കൾ അടക്കം രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്തെത്തുകയും INDA എന്ന മുന്നണിയിൽ തന്നെ വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾ ഈ രണ്ടാം ഘട്ടത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ഉണ്ടാകുകയും ചെയ്തു. രാഹുലിന്റെ പഴയ പേര് ഇപ്പോഴും ആരും മറന്നിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനോട് നടത്തിയ പ്രതികരണം. തിരുവനന്തപുരത്താവട്ടെ NDAയുടെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വത്ത് വിവരം മറച്ചുവെച്ചുവെന്ന് കാണിച്ച് കോൺഗ്രസിന്റെ ഒരു പ്രചരണം നടന്നിരുന്നു. ശശി തരൂർ ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തിരുന്നു. പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയം തൃശൂർ പൂരത്തിലുണ്ടായ പോലീസിന്റെ ഇടപെടലാണ്. അതേ തുടർന്നുണ്ടായ വിവാദങ്ങളായിരുന്നു. തനിക്കെതിരെ UDF സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ വ്യക്തിഹത്യ നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് വടകരയിലെ LDF സ്ഥാനാർത്ഥിയായ KK ശൈലജ രംഗത്തെത്തിയതും ചർച്ചയായി. തന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു ശൈലജയുടെ ആരോപണം. പക്ഷേ ഇതിന് തെളിവ് നിരത്താൻ എതിർ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ തുറന്നടിക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ അനിൽ ആന്റണിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെയും അവസാന മണിക്കൂറുകളിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇടം പിടിച്ചതാണ്. പക്ഷേ ഇതൊന്നും മറ്റ് രാഷ്ട്രീയ നേതാക്കൾ ഏറ്റെടുക്കാഞ്ഞത് കൊണ്ട് തന്നെ വലിയ തോതിലുള്ള ചർച്ചാ വിഷയമായില്ല എന്ന് മാത്രം. അങ്ങനെ വാദപ്രതിവാദങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ നിരവധി തവണ നടന്നു കഴിഞ്ഞു. കൊട്ടിക്കലാശത്തോടുകൂടി പരസ്യ പ്രചരണത്തിനും സംസ്ഥാനത്ത് അവസാനം കുറിച്ചിരിക്കുകയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിൻ്റെതാണ്. മറ്റന്നാൾ കേരളം ഉൾപ്പെടെ വിധി എഴുതുകയാണ്. ആ വിധിയെഴുത്തിന് തൊട്ട് മുൻപ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്തുണ്ടായിരുന്ന വിഷയങ്ങളൊക്കെയും വോട്ടർമാരുടെ മനസ്സിൽ ഉണ്ടാകുമോ എന്നത് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.